ഞങ്ങളുടെ സ്റ്റോറി പറയാമോ? ലുക്ക്, ഞാൻ ഒരു സംരംഭകൻ എന്ന രീതിയിലേക്കൊക്കെ വരുന്നത് പ്ലാൻ ചെയ്ത് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ടൊന്നുമില്ല. അറിയാതെ ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്തതാണ്, വന്ന് വീണതാണ്. ഓക്കെ, വന്ന് വീണപ്പം നമ്മൾ ആ ഒഴുക്കിന് എന്ത് ചെയ്തതാണ്, പോയതാണ്. പക്ഷെ നിങ്ങൾക്ക് അന്നത്തെ ആ ഒരു എക്കോസിസ്റ്റവും ഇന്നത്തെ എക്കോസിസ്റ്റമായിട്ടൊക്കെ ഭയങ്കര ഡിഫറെന്റ് ആണ്. ഇന്ന് നിങ്ങൾക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യാനുള്ള എന്തുണ്ട്, പ്രൊവിഷൻസ് ഉണ്ട്. ഞങ്ങളുടെ ഗ്രാജുവേഷൻ ഒക്കെ കഴിഞ്ഞ ഉടനെ ഒരു പ്രയാസം, നമ്മുടെയൊക്കെ പ്രയാസം പൈസയായിരുന്നു. ഒട്ടും പൈസയില്ല. ഇനി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഒരു ജോലി കിട്ടാതെ, ജോലി എന്നല്ല ഉപരി നമുക്ക് കാര്യങ്ങൾ നടന്നു പോകാനായിട്ടുള്ള പൈസയായിരുന്നു നമ്മുടെ അടുത്ത്. കാരണം നമ്മളൊരു ലോവർ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നായതുകൊണ്ട് തന്നെ അത്യാവശ്യം കഷ്ടപ്പാട് എന്തുണ്ടായിരുന്നു. നമ്മുടെ ഗ്രാജുവേഷൻ കഴിഞ്ഞ ഉടനെ ആദ്യത്തെ ജോലി എന്നുള്ളതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ്. എങ്ങനെയെങ്കിലും ജോലി മേടിക്കണം, കണ്ട ഇന്റർവ്യൂവിനൊക്കെ പോയി ചാടി കയറി എന്തെങ്കിലും ജോലി. കാരണം നമുക്ക് അടുത്ത മാസത്തേക്കുള്ള എന്തെങ്കിലും ഒരു കാര്യം ഒപ്പിക്കാനെങ്കിൽ നമുക്കൊരു ഫണ്ടിന്റെ കാര്യമാണ്, അതിന് പോകണമെങ്കിൽ ജോലി കിട്ടിയേ പറ്റുള്ളൂ. അങ്ങനെ നമ്മളൊരു 21ാമത്തെ വയസ്സിൽ തന്നെ നമുക്ക് എക്സാം എഴുതി ഉടനെ തന്നെ 5-6 ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ആദ്യം തന്നെ എനിക്കൊരു ജോലി കിട്ടി. ആ ജോലി ഒരു ബിൽഡർ, PVS അപ്പാർട്ട്മെന്റ്സ്, ഒരു ബിൽഡേഴ്സ് ആയിരുന്നു. ബേസിക്കലി സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗിലായിരുന്നു. ജോലി കിട്ടിയപ്പോൾ തന്നെ ആര് ജോലി തന്നാലും മേടിക്കും, എന്ത് ജോലി ചെയ്യും, അതായിരുന്നു. കാരണം നമുക്ക് എന്ത് സാലറി മാത്രമേ നമുക്ക് എന്തോ വേണ്ടു. കാരണം നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു ഫണ്ട് കിട്ടണം, പിടിച്ചു നിൽക്കണം. അപ്പം 2000 rupees ആയിരുന്നു നമ്മുടെ സാലറി വരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോട് ടൗണിൽ നിന്ന് ഒരു 80 കിലോമീറ്റർ അപ്പുറത്താണ് ഞാൻ ബേസിക്കലി താമസിക്കുന്നത്. അപ്പം അവിടെ വന്ന് കോഴിക്കോട് ടൗണിൽ ഈ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്ത് പോകാനായിട്ട് ഈ 2000 rupees തന്നെ എന്ത് ചെയ്യണം, വേണം. എന്നാലും നമുക്കൊരു മൂവ്മെന്റ് കിട്ടി, ഒരു കാര്യങ്ങൾ പരിചയപ്പെടാൻ. പക്ഷെ ഒരു കാര്യം ഉറപ്പായി, ഇതുകൊണ്ട് വർക്കാവില്ലെന്ന് ഒരു മാസം കഴിഞ്ഞപ്പോഴേ തന്നെ നമുക്ക് കുറച്ചുകൂടി ഒരു ബെറ്റർ കാര്യങ്ങൾ നോക്കണം. അപ്പൊ അതിന്റെ കൂടെ തന്നെ ഇന്റർവ്യൂ നമ്മൾ അറ്റൻഡ് ചെയ്യുമല്ലോ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പം ജനുവരി 1-ാം തീയതി 2004 HDFC ബാങ്കില് ഒരു ഓപ്പണിംഗ് വന്നു. അതിന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു, ജോലി കിട്ടി. അപ്പൊ നമ്മൾ വളരെ ഹാപ്പി ഒക്കെ ആയിരുന്നു. സാലറി കുഴപ്പമില്ലാത്തൊരു സാലറി വന്നു. ബാങ്കിലൊക്കെ ആണെന്നൊക്കെ പറയുമ്പോൾ എന്താണ്, കുറച്ച് ത്രില്ലിംഗ് ആണ്. ഫാമിലിയിലൊക്കെ അവരും ഭയങ്കര ഹാപ്പി ആയി. ഓക്കെ, ബാങ്കിലൊക്കെ ആണല്ലോ. അവിടെ ചെന്നപ്പോഴാണ് നമ്മൾ ഉദ്ദേശിച്ചത്, നമ്മൾ ബാങ്കിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊക്കെ അന്ന് ഉദ്ദേശിച്ചത് നമ്മൾ ഒന്നുകിൽ പൈസ നമ്മൾ എന്ത് ചെയ്യണം, കളക്ട് ചെയ്യും, എന്നിട്ട് വരുന്നവർക്ക് പൈസ കൊടുക്കണം. പൈസ എണ്ണി ഇതാണ് എന്താണ് ബാങ്കിൽ ജോലി എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഒരു ടേബിൾ ഉണ്ടാവും, ചെയർ നമ്മളിരിക്കും, കുറെ ഫയലുകൾ ഉണ്ടാവും, അതിങ്ങനെ മറിച്ചൊക്കെ എന്ത് ചെയ്യും, നമ്മൾ നോക്കും. ഫയൽ ഇങ്ങനെ മറിച്ചുകൊണ്ടിരിക്കും, കുറെ ടിക്കൊക്കെ ചെയ്ത് വിടും. ഇതാണ് നമ്മളൊരു ഏകദേശം നമ്മളൊരു ഐഡിയ ഇതുമായിട്ട് ബന്ധപ്പെട്ട്. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായി ഇതൊന്നും അല്ല ഇത്. അവിടെ കാര്യങ്ങളൊക്കെ വേറെ രീതിയിലായിരുന്നു. നമ്മുടെ മാനേജർ വരും, യെസ് നമ്മുടെ ജോലി ഇതാണ്, ബാങ്ക് അക്കൗണ്ട് ജനറേറ്റ് ചെയ്യണം. ഒരു ദിവസം 2 കറണ്ട് അക്കൗണ്ടും 2 SB അക്കൗണ്ടും. നിങ്ങൾ രാവിലെ 9 മണിക്ക് ഒപ്പിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പുറത്തേക്ക് പോകണം. ഒപ്പിട്ട് കഴിഞ്ഞാൽ നമ്മൾ പുറത്തേക്ക് പോകുന്നു. വൈകുന്നേരം 5:30 ബാങ്കിൽ കയറാൻ പാടില്ല. ബാങ്കിന്റെ പരിസരത്ത് കാണരുത്. അപ്പൊ നമ്മൾ ഉദ്ദേശം എല്ലാം പൊളിഞ്ഞു. ഇതൊന്നും അല്ല ഇത്. അപ്പൊ എവിടെ നിൽക്കും, നിങ്ങൾ എവിടെ പോയാലും കുഴപ്പമില്ല, നിങ്ങൾ എന്ത് ചെയ്താലും കുഴപ്പമില്ല. വൈകുന്നേരം 5:30 വരുമ്പോഴത്തേക്കും 2 കറണ്ട് അക്കൗണ്ടും വേണം. കറണ്ട് അക്കൗണ്ട് നമ്മൾ ബിസിനസ്സുകാർക്ക് ഓപ്പൺ ചെയ്യുന്ന കറണ്ട് അക്കൗണ്ടും വ്യക്തികൾക്ക് ഓപ്പൺ ചെയ്യുന്ന 2 SB അക്കൗണ്ട്, 4 അക്കൗണ്ട് എന്ത് ചെയ്യണം, ഓപ്പൺ ചെയ്യണം. അപ്പൊ നമുക്ക് അതിന്റെ അകത്ത് പിന്നെ നമുക്ക് ഓപ്ഷൻ ഇല്ല, വേറെ ഓപ്ഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് അന്ന് സാലറി അത് ഓക്കെ ഒക്കെ ആയത് കാരണം നമ്മൾ അതിന്റെ അകത്ത് വളരെ പാഷനായിട്ട് വർക്ക് ചെയ്തു. 1 വർഷം കഴിയാറായപ്പോ നമ്മൾ കസ്റ്റമേഴ്സിന്റെ അടുത്തൊക്കെ ചെല്ലുമ്പോൾ കസ്റ്റമറിന് അതൊരു വലിയ പെയിനൊന്നുമില്ല. കസ്റ്റമർ അന്നത്തെ കാലത്ത് ഒരു 20 വർഷം മുന്നേ ബാങ്ക് അക്കൗണ്ട് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അവർക്ക് ഈ ഫണ്ട് എന്ത് ചെയ്താൽ മതി, ഫണ്ട് അവർ ക്യാഷ് ആയിട്ടൊക്കെ തന്നെ ഡീൽ ചെയ്യും. ബാങ്കിൽ കൊണ്ടുപോയിട്ടിട്ട് ബാങ്കിന്റെ പുറകെ നടക്കാനും ചെക്ക് ഇഷ്യൂ ചെയ്യാനും അതൊന്നും അത്ര വലിയൊരു പാഷനായിട്ടുള്ള കാര്യമൊന്നുമില്ല. അവർ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനും. പക്ഷെ അവർ ചോദിച്ചു ലോൺ തരുമെങ്കിൽ ബെറ്റർ ആവും. അപ്പൊ ചോദിക്കുന്നവർ, നമ്മൾ പോകുന്നത് വേറൊരു കാര്യത്തിനാണ്, തിരിച്ചു വരുന്നത് എന്താണ്, ഒരു ലോണിന്റെ റിക്വയർമെന്റ് ഉണ്ടെന്ന് മനസ്സിലായി. അപ്പൊ അവർ പറഞ്ഞത് നമ്മൾ ബിസിനസ്സുകാരോടൊക്കെ സംസാരിക്കാനൊക്കെ അവസരം കിട്ടിയപ്പോ അവർ വളരെ എടുത്തു പറയുന്നു, ഞങ്ങളുടെ ബിസിനസ് സ്ഥാപനത്തിന് ലോൺസ് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു പ്രോസ്പെരിറ്റി ഉണ്ടാക്കാൻ വേണ്ടി പറ്റും, അടുത്ത ലെവലിലേക്ക് സ്കെയിലപ്പ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അവർ നമ്മൾ തിരിച്ച് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഒരു ശ്രമം നടത്തി.
അപ്പൊ അവിടെ ഡിപ്പാർട്ട്മെന്റ് ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മുടെ നിലവിലുള്ള ഡിപ്പാർട്ട്മെന്റ് ആൾക്കാർക്ക് താല്പര്യമില്ല. നമ്മൾ എന്ത് ചെയ്യാൻ? ഈ ലോണിന്റെ ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുക്കാനായിട്ട്. നമുക്കാണെങ്കിൽ അതൊരു പാഷനായിട്ട് വരികയും ചെയ്യും. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി, ഇവിടെ ഇരുന്ന് ഇത് മാറാൻ പറ്റില്ലെന്നൊക്കെ പറഞ്ഞ് നമ്മൾ നിൽക്കുമ്പോൾ ആ സമയത്ത് ICICI ബാങ്ക് പുതുതായിട്ടൊരു കോൺസെപ്റ്റ് കൊണ്ടുവരുന്നു. അവര് ലോൺ സോഴ്സിങ് എല്ലാം ഔട്ട്സോഴ്സ് ചെയ്യുന്നു. നമ്മൾ പറഞ്ഞു, ആപ്ലിക്കേഷൻ കൊടുത്തു, എന്താണ് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. നമുക്കൊരു ആ ഒരു ജോലിനോടൊരു പാഷൻ ഉണ്ടായിരുന്നു, അതിന്റെ ബേസിലാണ് കൊടുത്തത്. ആപ്ലിക്കേഷൻ കാര്യമായിട്ട് ആരും കൊടുക്കാത്തതുകൊണ്ട് അത് പാസ്സായി. അപ്പോഴാണ് അറിയുന്നത് ഏജൻസിയാണ്, ഒരു സ്ഥാപനമാണ്, ഒരു സ്ഥാപനം വേണം, ഒരു വ്യക്തി ഒരു സ്ഥാപനമായിട്ട് മാറണം. അപ്പം 23-ാമത്തെ വയസ്സില് ഈ സ്ഥാപനത്തിനെ കുറിച്ച് ആലോചിക്കാനൊന്നുമില്ല. പക്ഷെ ഒറ്റ കണ്ടീഷനായിരുന്നു, നമ്മളെല്ലാത്തിനും റെഡിയാണ്. എന്താണ്, എല്ലാം റെഡി ആയിട്ടാണ് നമ്മൾ ചെല്ലുന്നത്. അന്ന് അങ്ങനെ ആപ്ലിക്കേഷൻ ഒന്നും ആരും കൊടുക്കാത്തത് കൊണ്ട് അപ്പം നമ്മൾ അവിടുത്തെ ഓഫീസേഴ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്തു. നിങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകാം, ഒരു സ്ഥാപനം വേണം, സ്ഥാപനത്തിന് പേര് വേണം, കറണ്ട് അക്കൗണ്ട് വേണം, അവ ഉള്ളതെല്ലാം ഉണ്ടാക്കി. നാളെ ആദ്യം തന്നെ പറഞ്ഞു എഗ്രിമെന്റ് പെട്ടെന്ന് സൈൻ ചെയ്യണം. എഗ്രിമെന്റ് സൈൻ ചെയ്യണം, മിനിമം എന്ത് ചെയ്യണം, സ്ഥാപനത്തിന്റെ പേര് വേണം. അന്ന് രാത്രി ഇങ്ങനെ ഉറങ്ങാതെ ആലോചിച്ച് എന്ത് പേരിടും, ഒരു സ്ഥാപനം വേണമല്ലോ. ഫസ്റ്റ് ടാസ്ക് കിട്ടി, എന്താണ്, നമ്മൾ ജോലിക്കാകുമ്പോൾ ഇതൊന്നും ആലോചിക്കണ്ടു. രാവിലെ പോകുക, അവർ പറഞ്ഞ പണി ചെയ്യാൻ തിരിച്ച് ആദ്യത്തിന്റെ സ്ഥാപനം വേണം, സ്ഥാപനത്തിന് പേര് വേണം. സ്ഥാപനം ഉണ്ടാക്കുന്നതൊക്കെ നാളെ മറ്റന്നാൾ ആലോചിക്കാം, ഇന്ന് പേരാണ് വേണ്ടതെന്നാണ് പറഞ്ഞത്. അപ്പൊ അത് ബില്യൺസ് എന്നൊരു പേരിട്ടു. അന്ന് രാത്രി എനിക്ക് എന്റെ ചിന്തയിൽ വന്നൊരു പേര്. അപ്പുറത്തെ ഇപ്പുറത്ത് ചോദിക്കാനൊന്നും സമയമൊന്നും കിട്ടിയില്ല. ഞാൻ തന്നെ എന്ത് ചെയ്തു, കാരണം ഞാനിപ്പോ എന്തിടും ആലോചിച്ചപ്പോ നമുക്കൊരു 100 കോടി രൂപയെങ്കിലും നമുക്ക് ലോണായിട്ട് ഫണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കാര്യങ്ങൾ എത്തണം. അങ്ങനെ ഒരു 100 കോടി എന്നുള്ള രീതിയിൽ ഒരു ബില്യൺസ് എന്നൊരു പേരിട്ട് എന്ത് ചെയ്തു. ഇതെന്റെ ഒരു പ്ലാനൊന്നുമല്ല. രാവിലെ പേര് കൊടുക്കണം. എവിടെ കൊടുക്കണം? ബാങ്കിൽ കൊടുക്കണം. കാരണം എഗ്രിമെന്റ് ഡ്രാഫ്റ്റ് ചെയ്യണം. യെസ്. പിന്നീട് നടന്നത്, നമ്മള് എഗ്രിമെന്റ് എഴുതണം. 45 പേജുള്ള എഗ്രിമെന്റ് ICICI ബാങ്ക് നമ്മുടെ പേരിൽ അടിച്ചടിച്ചുണ്ടാക്കി തന്നു, വലിയ സ്റ്റാമ്പ് പേപ്പറൊക്കെ വെച്ചിട്ട്. ഇത് സൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാര്യമായിട്ട് അറിയില്ല. പിന്നെയല്ലേ ഇത് വായിച്ചു നോക്കുന്നത്. ഒരു വരി പോലും എന്ത് ചെയ്തിട്ടില്ല, വായിച്ചു നോക്കിയിട്ടില്ല. ഒരു വരി പോലും വായിച്ചു നോക്കാതെ അവർ പറഞ്ഞ സ്ഥലത്തെല്ലാം എന്ത് ചെയ്തു. അങ്ങനെ ഞാൻ ഒരു സംരംഭകനായി. അപ്പൊ അടുത്ത ദിവസം വരുമ്പോഴത്തേക്കും നിങ്ങളുടെ ഓഫീസ് എവിടെ, നിങ്ങളുടെ സ്റ്റാഫ് എവിടെ ചോദ്യമാണ്. അപ്പൊ ഞാൻ വൈകുന്നേരം സ്റ്റാഫ് വേണം അല്ലെ? യെസ്. നമ്മുടെ കൂട്ടുകാരെ വിളിക്കും, കൂട്ടുകാരെ എന്ത് ചെയ്യും, ഓടി വരും. പെട്ടെന്ന് ട്രെയിനിങ് ഒക്കെ അറേഞ്ച് ചെയ്യണമെങ്കിൽ ഒരു ദിവസം രസമുണ്ടായി. ICICI ബാങ്കിന്റെ സീനിയർ മുംബൈയിൽ നിന്നൊക്കെ ആൾക്കാർ വന്ന ഒരു ട്രെയിനിങ് സെഷൻ, നമ്മുടെ ഫസ്റ്റ് ഏജൻസിക്ക് ട്രെയിനിങ് കൊടുക്കണം. അപ്പൊ ഓഫീസ് സെറ്റ് ചെയ്യണം. അപ്പൊ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ എന്തും റെഡിയായി. നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ എന്തും റെഡി ആയിരിക്കും ഇവിടെ. ആണോ? നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ബൈക്ക് തള്ളാൻ പറഞ്ഞാൽ തള്ളു. ഒരു ബൈക്ക് തള്ളാൻ പറഞ്ഞാൽ പൊക്കി കൊണ്ടുപോകും അല്ലേ? ശരിയല്ലോ അല്ലേ? നമ്മളൊരു ആവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഏജിന്റെ കാര്യം, നിങ്ങൾക്ക് ഒരു 30 വയസ്സൊക്കെ കഴിഞ്ഞാണല്ലോ ബൈക്ക് തള്ള ആളെ വിളിച്ചാണ്ടല്ലോ, നിങ്ങളെ തന്നെ നിങ്ങൾക്ക് കിട്ടുകയില്ല. അപ്പൊ എനിക്കൊരു ഓഫീസ് സ്പേസ് എന്റെ ഒരു കൂട്ടുകാരൻ തന്നു, ഒരു കസ്റ്റമർ. അന്നൊക്കെ ആ രീതിയിൽ നമ്മൾ സംരംഭകരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ആരും ഇല്ല എന്നൊക്കെ പറയുന്നത് വെറുതെ ആയിരുന്നു. നമുക്കൊക്കെ കിട്ടിയിരിക്കുന്ന ഹെൽപ്പ് ഇപ്പൊ വളരെ ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി ഞാൻ ഓർക്കുകയാണ്. ഇവിടെ ആളുടെ ഓഫീസിന്റെ മുഴുവൻ കാര്യങ്ങളും എനിക്ക് എടുത്തത് നീ ഉപയോഗിച്ചോ, യൂസ് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് അവിടെയായിരുന്നു നമ്മുടെ തുടക്കം. അപ്പൊ നമുക്ക് മീറ്റിംഗ് 6 പേരുടെ ട്രെയിനിങ് ആണ് ICICI ബാങ്ക് ബ്രാഞ്ചിൽ നിന്ന്. റിക്രൂട്ട്മെന്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. റിക്രൂട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം, ആകെ എനിക്ക് ആ വർഷമൊക്കെ വർക്ക് ചെയ്ത് 50,000 രൂപ എന്റെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നു. അത് മാത്രം വെച്ചിട്ടാണ് ഇത് എങ്ങനെയാണെങ്കിലും എന്തിനെങ്കിലും ഒക്കെ എടുത്ത് തീർന്നു. സാലറി കൊടുക്കാനായിട്ടാണ് ചുരുങ്ങിയ സമയം. നമുക്ക് ഇന്ത്യക്ക് വരാൻ ഇച്ചിരി സമയമുണ്ടല്ലോ. നല്ല റിസ്ക് ആണ് എടുത്തത്. റിസ്കിന്റെ ആഴത്തിനെ കുറിച്ചൊക്കെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എടുക്കൂലായിരുന്നു. ഒന്നും ചിന്തിക്കാതെ ഒരൊറ്റ ചാട്ടമായിരുന്നു. ഒരു രസമുണ്ടായി. 6 പേര് മിനിമം വേണമെന്ന് പറഞ്ഞു. നമ്മൾ 6 കൂട്ടുകാരെ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യുമോ? ഇപ്പം എത്ര പേരോട് പറയും? നമ്മുടെ ഒരു കാര്യത്തിന് വേണ്ടി 6 കൂട്ടുകാരെ ടെമ്പററി എത്തിക്കണം. എത്ര പേരോട് പറഞ്ഞ് 6 പേര് വരും? എത്ര പേര് പറയും? ഒരു 10-12 അല്ലേ? ഞാൻ അന്ന് അങ്ങനെ ആലോചിച്ചത്. ഞാൻ എന്റെ 12 കൂട്ടുകാരെ വിളിച്ചെന്ത് ചെയ്തു, എടാ എന്തായാലും വരണം, ഇത് പ്രശ്നമാണ്, വന്നില്ലെങ്കിൽ എന്നെ ബാധിക്കും, നിങ്ങൾ എന്തായാലും ഞാൻ നോക്കട്ടെ, സമയമുണ്ടെങ്കിൽ വരാന്നൊക്കെ പറഞ്ഞു. അപ്പൊ 12 പേരെ വിളിച്ചുകൊണ്ട് 6 എന്തായാലും എത്തുന്നത് ഞാനിങ്ങനെ ഇരിക്കുകയാണ്. അവർ ട്രെയിനിങ്ങിന്റെ ആൾക്കാരൊക്കെ റെഡിയായി നിന്നു.
ആൾക്കാർ വന്നു തുടങ്ങി 1, 2, 3, 4, 5, 6. അപ്പൊ ഞാൻ ഇനി 6 റെഡിയായി, ഇനി ആരും വരില്ലല്ലോ. 7, 8, 9, 10, 11, 12 വന്നപ്പോ ആള് നീ 6 സ്റ്റാഫ് എന്ന് പറഞ്ഞിട്ട് 12 സ്റ്റാഫ് ഉണ്ടല്ലോ. ഞാൻ അവരൊക്കെ ഇനി എന്ത് ചെയ്യാൻ ഓൺ ബോർഡ് ചെയ്യാനുള്ളതാണ്, അവരെല്ലാം വരുമെന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്തു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അത്. നമ്മളിപ്പോ ചില സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടും കൂടുതൽ നമുക്ക് എന്ത് ചെയ്യും കിട്ടും. അവിടെ നിന്ന് നമ്മള് ഒന്നും അറിയില്ല. നമ്മളൊരു സാലറി ആണെങ്കിൽ രാവിലെ പോയി വൈകുന്നേരം വന്നു, ഇത്രയല്ലേ നമ്മൾ ചെയ്യണ്ടു. ആദ്യം തന്നെ കോർപ്പറേഷൻ ലൈസൻസിന്റെ ആള് വന്നു. കോർപ്പറേഷൻ ലൈസൻസ് ആള് വന്നപ്പോൾ നമുക്ക് ലൈസൻസ് ഉണ്ടോ? നമുക്ക് ലൈസൻസ് ഇല്ലല്ലോ, നമുക്ക് ഇതിനെക്കുറിച്ച് അറിയില്ലല്ലോ. അപ്പൊ ഞാൻ ഓർത്ത് ഇയാള് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും. നമ്മൾ കാര്യങ്ങളും മട്ടൊക്കെ കണ്ടിട്ട് ആള് പറഞ്ഞ് നിങ്ങൾ എടുത്താൽ മതി, ഞാൻ വൈകുന്നേരം എന്ത് ചെയ്യാം. അപ്പൊ നമുക്കൊരു കാര്യം മതി, ഹെൽത്ത് ഇൻസ്പെക്ടറാണ് കോർപ്പറേഷൻ ലൈസൻസ് തരുന്നത്. ഇൻട്രസ്റ്റിംഗ് ആണ്. ഞാനത് ചിരിച്ചൊക്കെ പോയി, ഹെൽത്ത് ഇൻസ്പെക്ടർ എങ്ങനെയാണ് എന്ത് കോർപ്പറേഷൻ ലൈസൻസ്? ഈ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് കോർപ്പറേഷൻ ലൈസൻസ് എന്താണ്? എനിക്ക് ആലോചിച്ചിട്ടൊന്നും മനസ്സിലായി. അപ്പൊ ഞാൻ പറയും നമ്മളിത് വെറുതെ ആലോചിച്ചിട്ടൊന്നും എന്ത് കേട്ടോ, ഇത് ഇയാൾ തരികയാണെങ്കിൽ അയാളെടുത്ത് പോവുക. അപ്പൊ ഹെൽത്തിന്റെ സർക്കിൾ കണ്ടുപിടിക്കണം. സർക്കിൾ പുള്ളി എടുത്തിരുന്നു. പുള്ളി അവിടെ ക്ലീനിങ്, ഹെൽത്തിന്റെ ആയിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിന്റെ ഇടയിൽ ബിസിനസ് കാര്യങ്ങളുള്ള കോർപ്പറേഷൻ ലൈസൻസ് എന്ത് ചെയ്യുന്നു, ഇഷ്യൂ ചെയ്യുന്നു. ആളെടുത്തു. ആള് തുടക്കത്തിൽ ഒരു പ്രശ്നമൊന്നുമില്ല, ഇച്ചിരി ഒരു ചെറിയ ഇതൊക്കെ ഉണ്ട്. നമ്മുടെ ഏജ് ഒക്കെ കുറവായതുകൊണ്ടാണെന്ന് അറിയില്ല, വേണ്ട ഗൈഡൻസ് ഒക്കെ തന്നെ നമുക്ക് അങ്ങനെ ഒരു കോർപ്പറേഷൻ ലൈസൻസ് കിട്ടി. അപ്പൊ നമുക്ക് ഒരു ചെറിയൊരു നമുക്കൊരു എഗ്രിമെന്റ് ആയി, കോർപ്പറേഷൻ ലൈസൻസ് ആയി, ഒരു ബാങ്ക് അക്കൗണ്ട് ആയി. ബാങ്ക് അക്കൗണ്ട് പ്രശ്നമില്ലായിരുന്നു, നമ്മുടെ തൊഴില് അക്കൗണ്ട് ഓപ്പണിംഗ് ആയിട്ട് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് അത് വളരെ ഫാസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യും. കാരണം നമുക്ക് എവിടെയെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ലൈഫിൽ എന്ത് ചെയ്യും, കാര്യമായിട്ട് ഗുണം ചെയ്യും. എവിടെയാ ഗുണം ചെയ്യുന്നത്? കാരണം ഒരു സാധാരണ ഒരു സ്ഥാപനത്തിൽ കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് ഒരു ചെറിയ പ്രയാസമൊക്കെ ഉണ്ടാവും. KYC എന്ത് വേണം, അത് വേണം, ഇങ്ങനെ ഇതൊന്നും നമ്മുടെ അക്കൗണ്ട് നമുക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് ഒരു മിനിമം കാര്യങ്ങളെല്ലാം നമുക്ക് തുടങ്ങി കിട്ടി. അപ്പോഴത്തേക്ക് വരുന്നു നമ്മുടെ ലേബർ ഓഫീസർ. ലേബർ ഓഫീസർ വന്നിട്ട് നമ്മളോട് ചോദിക്കുന്നു, രജിസ്ട്രേഷൻ എവിടെ? ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ലൈസൻസ്, ഇത് വേണം നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പൊ ഞാൻ ഓർത്തിതൊരു വലിയ പ്രശ്നം ഉണ്ടാക്കും ആള്. ഒന്നുമില്ല, നമ്മളെ ഗൈഡ് ചെയ്തു, സപ്പോർട്ട് ചെയ്തു. അവിടെ ഞാൻ വൈകുന്നേരം ഓഫീസിലുണ്ടാവും, അങ്ങോട്ട് വന്നു പറയുമ്പോ ഇച്ചിരി അത് ധിക്കാര പറയുന്ന നമുക്ക് തോന്നുകയൊക്കെ ചെയ്യും. പക്ഷെ അവിടെ ചെന്നപ്പോൾ പ്രശ്നമൊന്നുമില്ല, അവർ നമ്മളെ ഹെൽപ്പും സപ്പോർട്ടൊക്കെ ചെയ്തു തന്നു. ആകെ എന്താണ്, ഒരു 5 രൂപയുടെ ഫോം മേടിച്ച് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ട കാര്യമുള്ളൂ. ട്രഷറിയിൽ അന്ന് 20 രൂപ അടക്കണം, ഇത്രയേ ഉള്ളൂ. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പൊ പക്ഷെ 1-2 തവണ എന്ത് ചെയ്യണം, നടക്കണം. നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നും വളരെ കുറവായത് അതിനൊന്നൊരു വിഷയമില്ലായിരുന്നു. അങ്ങനെ നമ്മൾ ഓരോ ലൈസൻസുകളെല്ലാം പടിപടിയായിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റി. ആദ്യത്തെ 6 മാസം ഭയങ്കര മോശമായിരുന്നു, പ്രശ്നത്തിലായിരുന്നു. നമ്മൾ ഒരുപാട് വിഷയങ്ങൾ സ്റ്റാഫിന് നമ്മൾ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി ഇപ്പൊ ഞാൻ ഫേസ് ചെയ്ത ആദ്യത്തെ പ്രശ്നം, സ്റ്റാഫില്ല എന്നെക്കാട്ടും ഏജ് കൂടിയതും എക്സ്പീരിയൻസ് ഉള്ളതായിരുന്നു. നമ്മൾ ഇവരെങ്ങനെ ഡീൽ ചെയ്യണം? അപ്പൊ നമ്മളൊരു കൂട്ടുകാരൻ പറഞ്ഞു, നമ്മളെക്കാട്ടും 2-3 വയസ്സ് കൂടിയുള്ള ആൾക്കാർ നമ്മുടെ കൂടെ വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, നമ്മൾ ഇവരെ ഡീൽ ചെയ്യാനായിട്ടും നമ്മൾ ചിലപ്പോൾ ചേട്ടാന്നൊക്കെ എന്ത് ചെയ്യും, ചേട്ടാ ഇതൊന്ന് ചെയ്യൂ. അപ്പൊ നമ്മൾ ചേട്ടൻ എന്ത് ചെയ്യും, ഒന്ന് കറങ്ങിയൊക്കെ നിൽക്കും. എന്നാൽ പിന്നെ ഞാൻ തന്നെ ചെയ്തു കളയാന്നൊക്കെ വേണം നമ്മുടെ എന്ത് ചെയ്യണം തുടക്കം. അപ്പൊ എന്റെ കൂട്ടുകാരൻ പറഞ്ഞു, നിന്നെ കാണുമ്പോഴേ ഒരു 27 വയസ്സൊക്കെ തോന്നിക്കും. അപ്പൊ എനിക്കൊരു കോൺഫിഡന്റ് ആയി. ഒന്ന് ഏറൊക്കെ പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ ഒരു 29ഒക്കെ എന്ത് ചെയ്യും, പിടിക്കാം. അപ്പൊ നോക്കുമ്പോൾ കുഴപ്പമില്ല. ഒരു വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതിന്റെ ഒരു പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ ഒക്കെ കിട്ടി തുടങ്ങി. നമുക്ക് ഇൻകം ഒക്കെ വന്നു തുടങ്ങി. ഇൻകം വരാൻ പറ്റില്ല. ഒരു വർഷം ഇത്തിരി അത്യാവശ്യം നല്ല ടൈറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്കൊന്നും എടുക്കാനുണ്ടാവില്ല. നമ്മുടെ ഈ പൈസ ഭയങ്കര എന്തായിരിക്കും, കുറവായിരിക്കും. നമ്മുടെ കൂടെയുള്ള സ്റ്റാഫ് ഉച്ചക്ക് ഫുഡ് കഴിക്കും, നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യില്ല, ഫുഡ് കഴിക്കില്ല. നമ്മൾ വെള്ളമൊക്കെ കുടിച്ച് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്യും. പക്ഷെ ഒരു വർഷം കഴിയുമ്പോഴത്തേക്കും കാര്യങ്ങളെല്ലാം മാറി. ഒരു വർഷം കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇൻകം വന്നു തുടങ്ങി. ചില സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കാത്തതിന് കൂടുതലും എന്ത് ചെയ്യും, ഇൻകം വരും. അപ്പൊ നമ്മൾ അങ്ങനെ ആ രീതിയിലേക്ക് നമുക്കൊരു 2008 തുടക്കത്തിലൊക്കെ 2007 അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്കൊരു ചെറിയൊരു പൊസിഷനൊക്കെ പിടിക്കാനായിട്ട് പറ്റും. പക്ഷെ അന്നും നമ്മളൊരു 1-2 ഡിസ്ട്രിക്റ്റിൽ മാത്രമേ ഇത് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളായിരുന്നു. നമുക്ക് അതിന്റെ അപ്പുറത്ത് കോഴിക്കോടിന് അപ്പുറത്തേക്ക് ഒരു ലോകം ഉണ്ടെന്ന് നമുക്കറിയില്ല. കൂടിപ്പോയ മലപ്പുറം, കണ്ണൂര്, ഈ 3 ജില്ലകളിലൊക്കെ നമ്മൾ ഇങ്ങനെ ഒതുങ്ങിയൊക്കെ നിൽക്കുകയായിരുന്നു. നമ്മളപ്പോ ആദ്യത്തെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്തു. ഞാൻ എന്റെ വീടിനടുത്തുള്ള ഒരു 40 സെന്റ് ലാൻഡ് 25ാമത്തെ വയസ്സിൽ ഞാൻ പർച്ചേസ് ചെയ്തു.
ടെക്നിക്കലി അതെന്റെ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. ആക്ച്വലി ബാഡ് ഡിസിഷൻ. കാരണം അപ്പൊ വീട്ടുകാരൊക്കെ പറഞ്ഞു കാശൊക്കെ ഉണ്ടല്ലോ ഇത് മേടിച്ചോ, കാരണം അവർക്കൊരു പേടി ഇവൻ ഇതൊക്കെ കൊണ്ടേ കളഞ്ഞാലോ അതിൽ നല്ലത് ഇതാണല്ലോ എന്നൊക്കെ ഓർത്തിട്ടാണ് എന്ത് ചെയ്തത്. ഒരു ഓൺട്രപ്രണർ എന്ന രീതിയിൽ അതൊരു ബാഡ് ഡിസിഷൻ ആയിരുന്നു. ഞാൻ എന്റെ പൈസ എല്ലാം എടുത്ത്, ബിസിനസിന്റെ പൈസ എല്ലാം എടുത്ത് സ്ഥലം വാങ്ങിക്കുന്നു. 2008 തുടങ്ങുന്നു. 2008 ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഓ, റിസഷൻ കേട്ടതാണോ അല്ലെ? യെസ്, റിസഷൻ വരുന്നു. നമ്മുടെ ഇന്നത്തെ ന്യൂസ് ചാനലുകൾക്ക് ഉണ്ടെങ്കിൽ അവരുടെ കമന്ററി ഇങ്ങനെയായിരിക്കും. അമേരിക്കയിൽ ഒരു ബാങ്ക് പൊട്ടി, രണ്ടാമത്തെ ബാങ്ക് പൊട്ടി, മൂന്നാമത്തെ ബാങ്ക് ഇപ്പൊ പൊട്ടും, അതും പൊട്ടി, നാലാമത്തെ ബാങ്ക് എന്താ നമ്മുടെ ചാനലൊക്കെ വെച്ച് അതായിരുന്നു എന്ത്, അങ്ങനെയൊന്നും അന്ന് പറഞ്ഞില്ല കേട്ടോ. അന്ന് അങ്ങനെയൊന്നും പറയൂലായിരുന്നു. അടുപ്പിച്ചടുപ്പിച്ച് ബാങ്കുകളൊക്കെ പൊട്ടുന്നു. ICICI ബാങ്കിന്റെ ഒരു വലിയൊരു ഫണ്ട് ലോസ് വരുന്നു US. ICICI ബാങ്ക് ട്രബിൾ ആവുന്നു. നമുക്കൊരു മെയില് വരുന്നു, നാളെ മുതൽ നമ്മുടെ ഓപ്പറേഷൻ സ്റ്റോപ്പ് ചെയ്യാം, താങ്ക് യു ഫോർ ഓൾ യുവർ സപ്പോർട്ട് ആൻഡ് സർവീസസ് എന്നൊക്കെ പറഞ്ഞു. ICICI ബാങ്കിന്റെ FDയുടെ ഒരു മെയിൽ. തീർന്നു നമ്മുടെ ബിസിനസ്. ടക്കെ എന്ന് പറഞ്ഞിട്ട് എന്താണ്, ഷട്ടർ വീഴുക. പകച്ചുപോയി. കാരണം നമ്മുടെ മുഴുവൻ പൈസയും ഓൺ അടിക്കാനുള്ള പൈസയും കൂടി എടുത്ത് രജിസ്ട്രേഷൻ ചെയ്തു അപ്പുറത്ത്. വീട്ടുകാരൊക്കെ നാട്ടുകാരൊക്കെ എന്താണ് വളരെ ത്രില്ലിംഗ് ആവുന്നത്. എന്റെ തലയിലാണ് ഇടുത്തി വീണ ഒരു സിറ്റുവേഷനാണ്. ബിസിനസ് എല്ലാം തീർന്നു. നമ്മുടെ സ്റ്റാഫ് 10-20 സ്റ്റാഫിനെ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യണം. അപ്പൊ ആദ്യം അവരെ രക്ഷിക്കുക എന്നുള്ളതായിരുന്നു ഞാൻ പ്രയോറിറ്റി കൊടുത്തത്. അവർക്ക് പുതിയ എവിടെയെങ്കിലും ജോലി മേടിച്ചു കൊടുക്കുക. നമ്മുടെ കൂടെ ഇത്രയും നമ്മൾ ട്രസ്റ്റ് ചെയ്ത് നിന്നതല്ലേ. പക്ഷെ നമ്മുടെ സ്ഥാപനം തീർന്നു പോയി. എന്ത് ചെയ്യാൻ പറ്റും? ബാങ്ക് കോൺട്രാക്ട് അവസാനിപ്പിച്ചു. ബാങ്ക് ലെൻഡിങ് നിർത്തി. എല്ലാ ബാങ്കുകളും ലെൻഡിങ് നിർത്തി. ബാങ്കുകളെല്ലാം പ്രശ്നമാണ്. വരുന്ന ഓരോ ദിവസത്തെ ന്യൂസുകളെല്ലാം വളരെ മോശം ന്യൂസുകൾ. നമ്മുടെ പൈസ ആണെങ്കിൽ മുഴുവനും നമ്മുടെ എന്ത് ചെയ്തു, ഈ ലാൻഡിലേക്ക് വേറെ ലാൻഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലിക്വിഡിറ്റി ഉണ്ടാവില്ല. അന്ന് ഞാൻ പഠിച്ചൊരു പാഠമാണ്. നമ്മൾ ഒരിക്കലും എവിടെയെങ്കിലും ഒരു സക്സസിന്റെ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ നമ്മൾ ഒരിക്കലും ഒരു ലിക്വിഡിറ്റി ഇല്ലാത്ത ഒരു അസറ്റിലും കൊണ്ടേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യരുത്. നമ്മൾക്ക് എപ്പോഴും ലിക്വിഡിറ്റി വേണം. പൈസയാക്കി മാറ്റാൻ പറ്റുന്ന അസറ്റിൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മുടെ ഫണ്ട് കിടക്കാവുള്ളൂ. ഏറ്റവും വലിയ പാഠമാണ്. ഏറ്റവും വലിയ പാഠം. കാരണം ഓരോ സൈക്കിളിലും എവിടെയെങ്കിലും ഇതേപോലുള്ള ട്രാജഡികളൊക്കെ ഉണ്ടാവും. നമ്മൾ പെട്ടുപോകരുത്. 2, ഏത് ബിസിനസ്സിനും എന്തും സംഭവിക്കാം, ഏത് സമയത്തും. നമ്മളൊരു റിസർവ് ഫണ്ടുകളൊക്കെ എപ്പോഴും എന്ത് ചെയ്യണം, കരുതി വെക്കണം. അറ്റ്ലീസ്റ്റ് ഒരു 6 മാസമെങ്കിലും പോകാനുള്ള ഫണ്ട് നമ്മുടെ കയ്യിൽ എന്ത് ചെയ്യണം, തൊടാതെ വേണം. ഈ 2 ലെസനാണ് ഒരു കാര്യത്തിലായിരുന്നു ഞാൻ അന്ന് പഠിച്ചത്. അത് ഭയങ്കര പാഠമായിരുന്നു. സ്ട്രഗ്ലിങ്ങിന്റെ 1-2 വർഷം. അത് കഴിഞ്ഞ് എഗെയിൻ നമ്മൾ തിരിച്ചു പിടിച്ച് ബാങ്കിങ് ഇൻഡസ്ട്രി എല്ലാം എഗെയിൻ ലെൻഡിങ്ങിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും ഇത് നമുക്കൊരു നല്ലൊരു പാഠമൊക്കെ ആയിരുന്നു. ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ നല്ലൊരു പാഠമായിരുന്നു. അതിനുശേഷം നമ്മൾ കുറെ കൂടി ഡിസിപ്ലിനായി പ്ലാൻ ചെയ്യാനായിട്ട് തുടങ്ങി. കുറച്ചുകൂടി നന്നായിട്ട് പ്ലാനൊക്കെ ചെയ്ത് ചെയ്യാനായിട്ട് തുടങ്ങി. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ പിന്നീട് വന്നത് ഒരു നല്ല ഒരു ടൈമായിരുന്നു. നമ്മുടെ പേഴ്സണൽ ആസ്പിറേഷൻസ് എല്ലാം അച്ചീവ് ചെയ്തൊരു സമയം. നമുക്ക് രണ്ടാമത്തൊരു ഫ്ലാറ്റ് മേടിക്കണമെന്നുള്ള ഒരു ഡ്രീം ഉണ്ടായിരുന്നു, അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റി. കാറ് മേടിക്കണമെന്നുള്ള ഡ്രീം ഉണ്ടായിരുന്നു, അത് അച്ചീവ് ചെയ്യാൻ പറ്റി. 10 രാജ്യങ്ങളിൽ സഞ്ചരിക്കണമെന്നുള്ള ഒരു ഡ്രീം ഉണ്ടായിരുന്നു, അത് അച്ചീവ് ചെയ്യാൻ പറ്റി. ഈ ഒരു 3 പേഴ്സണൽ ആസ്പിറേഷൻ ഈ ഒരു കാലഘട്ടത്തിലായിരുന്നു കഴിഞ്ഞു പോയത്. അത് കഴിഞ്ഞപ്പോൾ എഗെയിൻ ഒരു സ്റ്റക്ക് വന്നു. സ്റ്റക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്റെ ഒരു പേഴ്സണലായിട്ടുണ്ടായ ഒരു സ്റ്റക്കാണ്. പേഴ്സണലായിട്ടുണ്ടായ സ്റ്റക്ക് എന്ന് പറയുമ്പോൾ നമ്മളൊരു കുറെ അച്ചീവ്മെന്റ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, ഒരു രാവിലെ എഴുന്നേക്കാൻ ഒരു ഇതുണ്ടാവും. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഒരു പേഴ്സണൽ അച്ചീവ്മെന്റ് ഒക്കെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു, എന്നിട്ട് അടുത്ത ഒരു ഗോൾ നിങ്ങൾ സെറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരു ഉന്മേഷം ഇതുണ്ടാവില്ല. ആ ഉന്മേഷം കുറവരുത് വരാൻ തുടങ്ങി. ഓക്കെ, അപ്പൊ അതൊരു വർഷത്തോളമൊക്കെ നീണ്ടുപോയി. അപ്പൊ ഞാൻ തിരിച്ചറിഞ്ഞ ഒരു ഉന്മേഷ കുറവുണ്ടല്ലോ, ഇനി അടുത്തൊരു ഗോൾ എന്ത് ചെയ്യണം, സെറ്റ് ചെയ്യണം. യെസ്, അതിനുശേഷമാണ് ഞാൻ പ്രൊഫഷണലായിട്ടും പഠിച്ചും കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള രീതിയിൽ തീരുമാനമെടുക്കുന്നതും എന്റെ വിഷൻ ഒന്ന് കറക്റ്റ് ചെയ്ത് പിടിക്കുന്നതും നമ്മുടെ കൂടെയുള്ള നമ്മുടെ കൊളീഗ്സിനെയൊക്കെ ചേർത്ത് പിടിച്ച് നമ്മുടെ രാജ്യത്തിനും നമ്മുടെ എക്കണോമിക്കും പ്രോസ്പെരിറ്റി വരുന്ന രീതിയിൽ
നമ്മുടെ ഈ സംരംഭത്തെ മാറ്റിയെടുക്കണം എന്നുള്ളൊരു ചിന്ത അവിടെ നിന്നാണ് ഞാൻ കൊണ്ടുവരുന്നത്. അങ്ങനെ നമ്മുടെ പുതിയ വിഷൻ സെറ്റ് ചെയ്യുകയും അതിനനുസരിച്ച് വർക്ക് ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ ഇന്ന് നമ്മുടെ ആ ഒരു വിഷന്റെ ഭാഗമായിട്ട് എനിക്ക് രാവിലെ ഒരു കുഴപ്പമില്ല, വളരെ എനർജറ്റിക് ആയിട്ട് നിങ്ങളെയൊക്കെ പോലെ തന്നെ, നിങ്ങൾ യങ് ആണ്, നിങ്ങളെയൊക്കെ പോലെ തന്നെ എനർജറ്റിക് ആയിട്ട് ഇവിടെ വരാൻ വേണ്ടിയിട്ട് കുറെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അതൊന്നും നമുക്കൊരു വിഷയമില്ല. ഇതിന് നിങ്ങളോട് ഇവിടെ വന്നിട്ട് എന്ത് സംസാരിക്കണം, എന്ത് പറയണം. ഞാനൊരു ഒരു 10-24 മണിക്കൂറൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒന്ന് ട്രൈ ഒക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട്. എന്ത് പറയണം, എങ്ങനെ പറയണം, ഒന്ന് എഴുതിയൊക്കെ നോക്കി, ഒരു PPT ഒക്കെ ഉണ്ടാക്കി. അതൊന്നും ഒരിക്കലും വിഷയമില്ല. കാരണം ഇത് നമ്മുടെ ഒരു വിഷന്റെ ഭാഗമാണ്. എന്റർപ്രൈസസിനെ സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ എക്കണോമിനെ അടുത്ത ലെവലിലേക്കൊക്കെ എത്തിക്കാൻ വേണ്ടിയിട്ട്, എക്കണോമിയുടെ പ്രോസ്പെരിറ്റി സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് എന്റെ കോൺട്രിബ്യൂഷൻ എന്തെങ്കിലും ചെയ്യണം. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ഓൺട്രപ്രണർ ആകാനായിട്ടുള്ള മൈൻഡ് സെറ്റ് ഉള്ളവരാണെങ്കിൽ അവർക്ക് വേണ്ട എന്തെങ്കിലും ഹെൽപ്പ് എന്റെ ഭാഗത്ത് കൊടുക്കണം. ഇതൊക്കെ നമ്മുടെ ഒരു പാഷനായിട്ട് മാറിയപ്പോൾ നമ്മുടെ ആ പ്രശ്നങ്ങളൊക്കെ മാറി. ഇപ്പൊ നമ്മൾ വളരെ എന്താണ് അടുത്തൊരു സ്റ്റേജിലേക്ക് നമ്മളൊരു കേരളത്തില് ഞങ്ങളുടെ സ്ഥാപനം ഞങ്ങളുടെ ഇൻഡസ്ട്രിയില് ആദ്യത്തെ 10 ഏതെങ്കിലും ഒരു പൊസിഷനിൽ എല്ലാ മാസവും നിൽക്കും. അതിന് നമുക്ക് സൗത്ത് ഇന്ത്യയിലേക്കും പാൻ ഇന്ത്യയിലേക്കൊക്കെ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ സൊസൈറ്റിയിലെ പ്രോസ്പെരിറ്റി കൊണ്ടുവരണം. അതോടൊപ്പം ഞങ്ങളുടെ ടീം മെമ്പേഴ്സിന്റെ പ്രോസ്പെരിറ്റി ഹാപ്പിനെസ് ഉറപ്പുവരുത്തണം. അപ്പം എന്റെ ഒരു പേഴ്സണൽ ആസ്പിറേഷന്റെ മേലേക്ക് എനിക്ക് പലതും അച്ചീവ് ചെയ്തെടുക്കാനായിട്ട് എന്തുണ്ട്, അതാണ് എന്നെ ഇപ്പം എവറി ഡേ എന്ത് ചെയ്യുന്നത്, മോട്ടിവേറ്റ് ചെയ്യുന്നത്. യെസ്. അപ്പൊ നമ്മള് ആ ഒരു പീരീഡ് കഴിഞ്ഞ് ആ ഒരു 10 വർഷം കഴിഞ്ഞിട്ട് അടുത്ത 10 വർഷമാണ് യഥാർത്ഥത്തില് വളരെ എക്സലന്റ് ആയിട്ട് എനിക്ക് അടുക്കും ചിട്ടയോടും കൂടി കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനും അത് നടപ്പിലാക്കാനായിട്ടും പറ്റിയ ഒരു പീരീഡ് എന്ന് പറയുന്നത്. കൂടുതൽ കാര്യങ്ങൾ ഞാൻ കൂടുതൽ പഠിച്ചത് ആ ലാസ്റ്റ് 10 വർഷമാണ്. അതിനു മുമ്പേയൊക്കെ നമ്മളൊരു ഒഴുക്കിനനുസരിച്ചൊക്കെ പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അവിടെ നിന്നൊക്കെ മാറി എവിടെ നമ്മുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് എവിടെ സെമിനാറുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ അറ്റൻഡ് ചെയ്യും. നമ്മുടെ മുംബൈയിൽ വെച്ചിട്ട് ഞങ്ങളുടെ ഫിൻടെക് സെഗ്മെന്റ് ഒത്തിരി സെമിനാറുകൾ നടക്കാറുണ്ട്. നിങ്ങൾ ഭാരത് ഫിൻടെക് സബ്മിറ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും, ഗ്ലോബൽ ഫിൻടെക് സബ്മിറ്റുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ലാസ്റ്റ് 5 വർഷത്തെ എല്ലാ സബ്മിറ്റുകളിലും നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന രീതിയിലേക്ക് നമ്മുടെ ഹാബിറ്റുകളിലേക്ക് എന്ത് ചെയ്തു, സെറ്റ് ചെയ്ത് വെച്ചു. യെസ്. ഞങ്ങളുടെ ആംഫെയറിന്റെ ഒരു ഓൺട്രപ്രണൽ ജേണി വളരെ ചെറിയ രീതിയിൽ ഞാനിപ്പോ ഇവിടെ ചിലതൊക്കെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടാവും, വിട്ടുപോയിട്ടുണ്ടാവും. ചെറിയ രീതിയിൽ ഞാൻ ഇവിടെ നിങ്ങളുടെ അടുത്ത് ഇപ്പൊ അവതരിപ്പിച്ചതാണ്. ഇവിടെ എനിക്ക് നിങ്ങളുടെ അടുത്ത് ആംഫെയറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 20 വർഷം നമ്മുടെ സ്ഥാപനം ഇവിടെ ഈ കടന്നു പോയപ്പോൾ ഞാൻ ആലോചിച്ചു എന്ത് കാര്യത്തിലായിരിക്കും ഞങ്ങളൊരു പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ടാകുക. ചിലപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇത്ര വർഷം നിന്നു പോയത്. കാരണം അന്ന് ഞങ്ങളുടെ കൂടെ സ്റ്റാർട്ട് ചെയ്ത പല സ്ഥാപനങ്ങളും എല്ലാം വൈൻഡപ്പ് ഒക്കെ ചെയ്തു പോയി. എനിക്ക് തോന്നിയത് നമ്മളിപ്പോ 20 വർഷം ഇവിടെ നിൽക്കാനായിട്ടുള്ള ഒരു കാരണം ഞങ്ങളുടെ ഓർഗനൈസേഷനിൽ നമ്മുടെ ചിന്തയിലൊക്കെ കംപ്ലൈന്റ് ഫസ്റ്റ് എന്ന് പറയുന്ന ഒരു തോട്ടിലായിരുന്നു ഞാൻ ഇതിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. അറിയാവുന്ന നിയമങ്ങളെല്ലാം പാലിച്ചു, റെക്കോർഡുകളൊക്കെ കീപ്പ് ചെയ്തു സ്ഥാപനത്തിനെ കൊണ്ടുപോവുക. ജസ്റ്റ് സെയിൽസും മാർക്കറ്റിംഗും മാത്രമല്ല, നമ്മുടെ നിയമം പാലിക്കുന്നതിൽ ഒരു എക്സ്ട്രാ അഡീഷണൽ കെയർ കൂടി കൊടുത്തിട്ട് ഒരു സ്ഥാപനത്തിനെ കൊണ്ടുപോകുക എന്നുള്ളത്. തുടക്കത്തിൽ നമുക്കൊരു ചെറിയ പ്രയാസങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ നമ്മൾക്ക് പല ഡിപ്പാർട്ട്മെന്റുകളും, ഞാൻ നിങ്ങളുടെ തുടക്കത്തിൽ 2 സ്റ്റോറി പറഞ്ഞു, കോർപ്പറേഷൻ ലൈസൻസിന്റെയും ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റിന്റെയും. ഓരോന്നും നമ്മളെല്ലാം നേരത്തെ അറിഞ്ഞിട്ടൊന്നുമല്ല, പല ഘട്ടങ്ങളിലും പഠിച്ചിട്ടായിരുന്നു. പ്രൊഫഷണൽ ടാക്സിനെ കുറിച്ച് നമ്മൾ അറിയുന്നത് കോർപ്പറേഷൻ ഒരു പ്രൊഫഷണൽ ടാക്സിന്റെ ഒരു ഓഫീസർ നമ്മുടെ അടുത്ത് വരുന്നു. അപ്പൊ ലൈസൻസ് ഉണ്ട്, ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ലൈസൻസ് ഉണ്ട്. അപ്പൊ ഞങ്ങൾ പ്രൊഫഷണൽ ടാക്സ് അടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. നമ്മള് സാറിന്റെ അടുത്ത് ചോദിച്ചു, സാറേ ഇത് അറിയില്ല, ഇതെന്താണ്? നമ്മുടെ ഉദ്ദേശം കറക്റ്റ് ആണെങ്കിൽ ഗൈഡ് ചെയ്യാനായിട്ട് എപ്പോഴും ആൾക്കാരുണ്ടാവും കേട്ടോ. നമ്മൾ എവിടെയും ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഉദ്ദേശം കറക്റ്റ് അല്ലെങ്കിൽ മാത്രമാണ്. പലപ്പോഴും പറയുന്നുണ്ട് അവര് ഹരാസ് ചെയ്തു, ഇവര് ഹരാസ് ചെയ്തു. എനിക്ക് എന്റെ 20 വർഷത്തെ ഓൺട്രപ്രണൽ ജേണിയുടെ അകത്ത് ഒരു ഉദ്യോഗസ്ഥനും ഹരാസ് ചെയ്തതായിട്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് എടുത്തു പറയാനുള്ള കാര്യമില്ല. പക്ഷെ ഒരു 100 കണക്കിന് സ്റ്റോറി ഇവരെല്ലാം എന്നെ ഹെൽപ്പ് ചെയ്ത സ്റ്റോറി എന്ത് ചെയ്യാനുണ്ട്, പറയാനുണ്ട്. കാരണം അവരാണ് എന്റെ മെന്റേഴ്സ്. നമ്മൾ നേരിട്ട് തന്നെ എന്ത് ചെയ്യും,
ചോദിക്കും അവരുടെ അടുത്ത്. അവർ നമ്മൾ അങ്ങോട്ട് പോയി ചോദിക്കുകയാണ്, അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ അവരെയൊക്കെ മറച്ചു വെക്കുമ്പോഴാണ് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്. ഒരു ഓഫീസർ വളരെ കൃത്യമായിട്ട് അരമണിക്കൂർ ആള് കൃത്യമായിട്ട് സ്ഥാപനങ്ങൾ പ്രൊവിഷൻ ടാക്സ് അടക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി വന്നതാണ് നമ്മുടെ ഓഫീസിൽ. എല്ലാ ഓഫീസറുകളും കയറി നമ്മുടെ ഓഫീസിൽ എത്തിയതാണ്. അവിടെ നിന്നാണ് നമ്മൾ ചോദിച്ചത്, സാറേ നമുക്കിത് അറിയില്ല, ഇത് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്, നമ്മൾ അതുപോലെ ചെയ്യാം. ആള് നമുക്ക് എംപ്ലോയീസ് പ്രൊവിഷൻ ടാക്സിനെ കുറിച്ചും എംപ്ലോയർ പ്രൊവിഷൻ ടാക്സിനെ കുറിച്ചും അത് ചെയ്യേണ്ട രീതിയെ കുറിച്ചും അരമണിക്കൂർ കൂടി പറഞ്ഞു തന്നിട്ടാണ് പോയത്. അപ്പൊ തന്നെ അത് ചെയ്തു, അടുത്ത ദിവസം തന്നെ ചെയ്തു. ഒരു കാര്യം കൂടി പറയാം, നിങ്ങൾ ഇതിന്റെ അകത്ത് പറയിടാവേണ്ട കാര്യമില്ല. എംപ്ലോയർ പ്രൊഫഷണൽ ടാക്സ് പേ ചെയ്യേണ്ടത് എംപ്ലോയീസ് ആണ്. നിങ്ങൾ അവരുടെ സാലറിയുടെ അകത്ത് നിന്നും ഡിഡക്ട് ചെയ്ത് നിങ്ങൾ അതത് കോർപ്പറേഷനിൽ അടച്ചാൽ മതി. നിങ്ങൾ ഇതൊന്ന് കോർഡിനേറ്റ് ചെയ്താൽ മാത്രം മതി. പിന്നെ എന്തിനാണ് നമ്മൾ പറയിടാവുന്നത്? അപ്പൊ അന്ന് ഞാൻ നോക്കിയപ്പോൾ ഞാൻ എന്റെ ഒരു സുഹൃത്തായ ബിസിനസ്സുകാരനെ വിളിച്ചു നോക്കി. അവരത് കൃത്യമായിട്ട് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, അതിന് വേറെ ഒരു കൃത്യമല്ലാത്ത രീതിയിൽ ചെയ്യുകയും ചെയ്യുന്നു. പുള്ളി ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു ഇത് ആര് കൊടുക്കേണ്ടതാണെന്ന്. എംപ്ലോയീസ് പ്രൊവിഷൻ ടാക്സ് പേ ചെയ്യേണ്ടത് എംപ്ലോയി ആണെന്ന് ആ എന്റർപ്രണർ മനസ്സിലാക്കാൻ, കാരണം അവര് അതിനോട് അത്ര അപ്രോച്ച് ആ രീതിയിലുള്ളതായിരുന്നു. അവിടെയാണ് ഈ കംപ്ലൈന്റ് ഫസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നത്. എനിക്ക് ഓർമ്മയുണ്ട്, സെൻട്രൽ എക്സൈസിന്റെ ഞങ്ങളുടെ ആ സമയത്തൊക്കെ സർവീസ് ടാക്സ് ആയിരുന്നു. അതിനുശേഷമാണ് ഗുഡ്സ് ആൻഡ് GST ഒക്കെ വരുന്നത്. സർവീസ് ടാക്സിന്റെ 10 lakh പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രജിസ്ട്രേഷൻ എടുക്കണം. അപ്പൊ നമ്മുടെ ചാർട്ടേഡ് അക്കൗണ്ട് എടുത്ത് ഞാൻ പോയി ചോദിച്ചു. നമുക്ക് ചാർട്ടേഡ് അക്കൗണ്ടുമാരുമായിട്ടൊക്കെ നമുക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാകും. നമ്മുടെ ലെൻഡിങ് ആയിരുന്നു നമ്മുടെ ജോലി ആയതുകൊണ്ടാണ്. നമ്മൾ അവിടെ പോയപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടിന് പറഞ്ഞു, നിങ്ങൾ സ്വന്തമായിട്ടൊക്കെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അവർ ഈ GSTയും പഴയ ആണെങ്കിൽ നമ്മുടെ സർവീസ് ടാക്സ് ഒക്കെ എടുക്കാനായിട്ട് അവർക്ക് ഇച്ചിരി മടിയാണ്. ഓഡിറ്റിംഗിലാണ് അവരുടെ ഒരു കോർ ഏരിയ. ഒരു ചില പ്രാക്ടീഷണേഴ്സ് ഒക്കെ ഉണ്ടാവും. അവർക്കും ഈ സർവീസ് ടാക്സിന് കുറെ ക്ലയന്റ് ഉണ്ടെങ്കിലാണ് അതിന്റെ അകത്തൊരു പ്രൊഫഷൻസി ഒക്കെ ഉണ്ടാകുക. അല്ലാതെ പിന്നെ ഈ 1-2 ക്ലയന്റിന് വേണ്ടിയിട്ടൊക്കെ അത് ചെയ്തു കഴിഞ്ഞാൽ അവരും കൂടുതൽ പഠിക്കാനായിട്ടൊക്കെ നിൽക്കണം. അങ്ങനെ ഒരു പെർസെന്റേജ് നമ്മൾ നിൽക്കുമ്പോൾ എന്താണ് ഓപ്ഷൻ? വേറെ ഒന്നുമില്ല, സ്വന്തമായിട്ട് ചെയ്തു കളയാൻ തീരുമാനിച്ചു. ഞാൻ ആദ്യം സെൻട്രൽ എക്സൈസിന്റെ ഓഫീസിലേക്ക് പോയി. അന്ന് നമുക്ക് പ്രായം കുറവാണ്, അത്യാവശ്യം പേടിയൊക്കെ ഉണ്ട് കേട്ടോ. ഇൻകം ടാക്സും സർവീസ് ടാക്സും സെൻട്രൽ എക്സൈസിന്റെ സെൻട്രൽ ഗവൺമെന്റ് അണ്ടറിലാണ് വരുന്നത്. നമ്മുടെ ഇവിടുത്തെ ഓഫീസിലേക്ക് കയറുമ്പോൾ വലിയൊരു സെക്യൂരിറ്റി ചെക്ക് എന്നെ ഒന്ന് നോക്കി. ഞാൻ എന്റെ അടുത്ത് എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒന്നുമില്ലെന്ന് പറഞ്ഞു. ഞാൻ പതുക്കെ ഒരു രക്ഷയില്ല, ചോദിക്കാം, നേരിട്ട് തന്നെ ചോദിക്കാം, നമുക്കറിയാവുന്നതൊക്കെ പറയാം. നമ്മുടെ അടുത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അവർ തിരുത്തട്ടെ. പിന്നെയും ധൈര്യം സംഭവിച്ച് അടുത്ത ദിവസം പോയി. അടുത്ത ദിവസം ആള് ഇച്ചിരി അർജന്റ് ഒക്കെ പോലെ നമുക്ക് തോന്നുകയാണ്, കയറ്റി വിട്ടു. അകത്ത് ചെന്നപ്പോൾ ഓഫീസറോട് കാര്യം പറഞ്ഞു. ഇങ്ങനെ തൊട്ടടുത്തൊരു സ്ഥാപനം നടത്തുകയാണ്, ഈ സർവീസ് ടാക്സിന്റെ രജിസ്ട്രേഷനെ കുറിച്ച് എങ്ങനെയാണെന്ന് അറിയില്ല, നമുക്ക് ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് ഓപ്പൺ ആയിട്ട് ചോദിച്ചു. നല്ല ഓഫീസർ, വളരെ കൈൻഡായിരുന്നു. നമ്മളെ കൂട്ടിക്കൊണ്ടുപോയി എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി തന്നു. രജിസ്ട്രേഷൻ എടുക്കാനുള്ള കാര്യം പറഞ്ഞു. അത് മാത്രമല്ല, ആള് പറഞ്ഞു ഒന്ന് ഫ്രീ ആകുമ്പോ ഇങ്ങോട്ട് വന്നു, ഈ റിട്ടേൺ പേയ്മെന്റ് ഒക്കെ ചെയ്യണത് എന്ത് ചെയ്യാം, ഞാൻ പഠിപ്പിച്ചു തരാം. ഞാൻ ആലോചിക്കും, നമ്മുടെ തെറ്റിദ്ധാരണയായിരുന്നു ഇതുവരെയൊക്കെ നമ്മുടെ സമൂഹവും സൊസൈറ്റിയും ഗവൺമെന്റും ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം നമുക്ക് എതിരാണോ എന്നൊക്കെ ഒരു തോന്നല്. അത് വെറുതെ ഉള്ള തോന്നലായിരുന്നു. നമ്മൾ ഓരോ സ്ഥലത്തേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി, വെൽക്കം ചെയ്യാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ വേറെ ആരുടെയെങ്കിലും സർവീസ് ടാക്സ് വേറെ ആരെങ്കിലും ചെയ്യുന്നതിനേക്കാൾ ഇഷ്ടം നിങ്ങൾ തന്നെ നേരിട്ട് ചെയ്യുന്നതാണ്. നിങ്ങൾ ചെയ്തോ, വേണ്ട എല്ലാ സപ്പോർട്ടും എന്ത് ചെയ്യാം, ചെയ്തു തരാം. എല്ലാ കാലത്തും ഇത് ഓക്കെ ആവില്ല കേട്ടോ. കാരണം നമുക്കിപ്പോ ഇത് ഭയങ്കരമായിട്ടുണ്ടാവും, മുതൽക്കൂട്ടാവും. കാരണം ഈ സർവീസ് ടാക്സിന്റെ ഒക്കെ ഓഫീസിന് ചിലപ്പം നമ്മുടെ ഇപ്പോഴത്തെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിലെ എംപ്ലോയീസ് പോയിട്ടുണ്ടാവില്ല. പക്ഷെ നമുക്ക് അവിടെയൊക്കെ പോയാൽ എന്തുണ്ടാവും, കോൺഫിഡൻസ് ഉണ്ടാവും. അപ്പൊ നമ്മള് ഇതൊക്കെ ആയപ്പോഴാണ് നമ്മൾ അറിയുന്നത് ESI വേണമെന്ന്. അപ്പൊ ആദ്യം പറഞ്ഞ് നമ്മളൊരു പൊതുവെ നമ്മുടെ കൂട്ടുകാരോട് സംസാരിക്കുമ്പോൾ ബിസിനസ്സില് ESI PF അതൊന്നും വേണ്ട, ആകെ പുലിവാലാണ്, ഇതിനെ സമയം ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് എന്ത് പേടിപ്പിച്ചു. നമ്മളൊന്ന് ESIയുടെ ഓഫീസിലേക്ക് പോയപ്പോ അത് വേറിട്ടൊരു അവർക്ക് നമ്മൾ വെൽക്കം ചെയ്യുകയാണ്. അപ്പോഴാണ് അറിയുന്നത് അവരെല്ലാ മാസവും
ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാറുണ്ട് നമ്മുടെ ബിസിനസ്സുകാരെ ഇതൊക്കെ എന്ത് ചെയ്യാൻ പഠിപ്പിക്കാനായിട്ട്. അവിടെ പോയാൽ മതി. ജസ്റ്റ് അവിടെ പോകുമ്പോൾ നമുക്ക് ചായയും തരും, പറഞ്ഞും തരും, എന്ത് കാര്യങ്ങൾ ചോദിച്ചാലും പറഞ്ഞു തരും. ഇതൊക്കെയാണ്. PF കുറിച്ച് പഠിച്ചു. PF കുറിച്ച് പഠിച്ചപ്പോഴേ 3 വണ്ടർഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ കൊളീഗ്സിന് വേണ്ടി, നമ്മുടെ എംപ്ലോയീസിന് വേണ്ടിയിട്ട് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കൊരു ലംസം എമൗണ്ട് കിട്ടും, അവർക്ക് പെൻഷൻ കിട്ടും. നമ്മുടെ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നവർക്ക് പെൻഷൻ കിട്ടുമെങ്കിൽ നമ്മളത് ചെയ്യണ്ടേ? ഒരു ലംസം എമൗണ്ട് കിട്ടും, ഒരു ELA എന്ന് പറയുന്ന ഒരു ഇൻഷുറൻസ് കിട്ടും. ഒന്നും നോക്കിയില്ല, നമുക്ക് PF ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. 2 പേരുടെ കുറവുണ്ടായിരുന്നു, 18 പേരെ അന്നുണ്ടായിരുന്നുള്ളൂ. നമ്മുടെ ടീമിന്റെ അടുത്ത് പറഞ്ഞു 2 പേരെ റിക്രൂട്ട് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും, എന്ത് ജോലി കൊടുക്കും? എന്ത് ജോലി കൊടുത്താലും കുഴപ്പമില്ല, ജോലി ഇല്ലെങ്കിലും കുഴപ്പമില്ല. 2 പേരെയും കൂടെ റിക്രൂട്ട്മെന്റ് ചെയ്തിട്ട് 20 ആക്കിയിട്ട് PF എന്ത് ചെയ്യും ചെയ്യാനായിട്ട്. അതൊരു വലിയൊരു, എനിക്ക് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയത് അതിലാണ്. കാരണം നമ്മൾ അവരെ ചേർത്ത് വെക്കാനും അവരെ എംപവർ ചെയ്യാനും അവരുടെ ഗ്രോത്തും ഹാപ്പിനെസ്സും പ്രോസ്പെറിറ്റി ഒക്കെ ഉറപ്പുവരുത്താൻ പറ്റുന്ന ഒരു ടൂളായിട്ടാണ് നമ്മൾ അതിനെ ചെയ്യുന്നത്, കാണുന്നത്. അപ്പം ഈ ഒരു ഏരിയയിലേക്ക് എവിടെ നമ്മൾ പോയപ്പോഴും നമുക്ക് കിട്ടിയത് ഒരു വാമസ്റ്റ് വെൽക്കമായിരുന്നു. അപ്പോഴൊക്കെ ഒരു നരേറ്റീവ് ഉണ്ടായിരുന്നു, നമ്മുടെ ഇവിടെ ഒരു ബിസിനസ്സിന് അത്ര പറ്റിയ സ്ഥലമല്ല, അല്ലെങ്കിൽ ഇതത്ര ഒരു എക്സൈറ്റ്മെന്റ് ഉള്ള സ്ഥലമല്ല, ഇവിടെ നമുക്ക് ബിസിനസ്സൊക്കെ നമുക്ക് നടക്കൂല. പക്ഷെ ഞാൻ നിങ്ങളുടെ അടുത്ത് ട്രൂലി പറയുകയാണ്, പല ഗവൺമെന്റും പല സാഹചര്യത്തിലും എല്ലാം ഉള്ള കാലഘട്ടത്തിലൂടെ ഞാൻ കടന്നുപോയിട്ടുണ്ട്. എല്ലാ സ്ഥലത്തുനിന്നും അത്യാവശ്യം നല്ല സപ്പോർട്ടുകൾ തന്നെയാണ് എന്ത് ചെയ്തത് കിട്ടിയിരിക്കുന്നത്. അതും ചില സ്ഥലത്ത് എക്സ്ട്രാ ഓർഡിനറി സപ്പോർട്ടുകൾ, അത് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സിന്റെ സൈഡിലായാലും, അത് സ്റ്റേറ്റ് ഓർ സെൻട്രൽ ഗവൺമെന്റ്, നമ്മുടെ സൊസൈറ്റിയുടെ സൈഡിലായാലും എല്ലാം കൊണ്ടും. കാരണം നമ്മുടെ ഫോക്കസ് നമ്മൾ അതായി കഴിഞ്ഞാൽ ചിലപ്പോൾ ചില നെഗറ്റീവുകളൊക്കെ ഉണ്ടാവും. എന്റെ ഓർമ്മയിൽ ആ നെഗറ്റീവുകൾ ഇല്ലാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ ഫോക്കസ്, നിങ്ങളൊരു കാർ മേടിക്കാൻ, ഒരു വൈറ്റ് കാർ മേടിക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്നതൊക്കെ ഒരു വൈറ്റ് കാർ ആയിരിക്കും. ശരിയാണോ? നിങ്ങളൊരു ചുരിദാർ വളരെ ഇഷ്ടപ്പെട്ടത് പർച്ചേസ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്നതെല്ലാം ആ ചുരിദാർ ധരിച്ച ആൾക്കാരായിരിക്കും. ശരിയല്ലേ? കാണാറുണ്ടോ? ഫീൽ ചെയ്തിട്ടുണ്ടോ? നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്? യെസ്. നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ആൾക്കാരെ ഹെൽപ്പൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ, വളരെ പോസിറ്റീവായാലും ഹെൽപ്പ് ചെയ്ത് നമുക്കും തിരിച്ചു കിട്ടുന്നതിന് യാതൊരുവിധ സംശയവുമില്ല. നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് ഈസി ആയിട്ട് നമുക്ക് എത്തിച്ചേരാനും പറ്റുകയും ചെയ്യും. ഞാൻ നമ്മുടെ ഒരു സ്റ്റോറി, ഒരു 20 വർഷത്തെ സ്റ്റോറി വളരെ ചെറുതാക്കി നിങ്ങളുടെ അടുത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട്. 20 വർഷം കൊണ്ട് നടന്ന സംഭവബഹുലമായ കാര്യങ്ങൾ വളരെ ചെറുതാക്കി. അപ്പൊ അതിന്റെ ഇടയിൽ ഒരു പോയിന്റും കൂടി ഞാൻ പറയാം. 2008 റിസഷൻ വന്നപ്പം നമുക്ക് പറ്റിയ ഒരു അബദ്ധങ്ങൾ ഉണ്ടായിരുന്നു. ആ വേർഷനിൽ എനിക്ക് പറ്റിയ പ്രശ്നങ്ങൾ കൃത്യമായിട്ട് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പ്രശ്നം നമ്പർ 1, നമ്മളുടെ ഫണ്ട് മുഴുവനും എടുത്ത് ഏതെങ്കിലും കാരണവശാൽ ഒരു ലിക്വിഡിറ്റി ഇല്ലാത്ത അസറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കരുത്. നല്ല വീടും തൊട്ടടുത്തുള്ള ലാൻഡിന്റെ ഓണർ എന്നൊക്കെ പറയാൻ നല്ല പുളവൊക്കെ ഉണ്ടാവും. അതൊന്നും നമ്മുടെ ബിസിനസ്സിന് എന്ത് ചെയ്യില്ല, ഹെൽപ്പ് ചെയ്യില്ല. 2, നമ്മൾ എപ്പോ പോകുമ്പോഴും, നമ്മൾ ഏത് യാത്രയിൽ ബിസിനസ്സിൽ ഏത് ഘട്ടത്തിലൂടെ പോകുമ്പോഴും മിനിമം 6 മാസം റൺ ചെയ്യാനുള്ള എക്സ്പെൻസ്, ലാസ്റ്റ് 6 മാസം, ലാസ്റ്റ് മന്ത് നമുക്ക് എക്സ്പെൻസ് അറിയാൻ പറ്റുമല്ലോ. അത് നമ്മളൊരു കരുതത്തനമായിട്ട് നമ്മുടെ കയ്യിൽ എന്ത് ചെയ്യണം, എപ്പോഴും വേണം. അത് നമ്മുടെ ഫ്രണ്ട്സിന് കടം കൊടുക്കരുത്, ചേച്ചിയുടെ കല്യാണത്തിന് കൊടുക്കരുത്, നമ്മുടെ വീട് വെക്കാൻ വേണ്ടി കൊടുക്കരുത്. നമ്മുടെ കൂട്ടുകാരൻ കാറ് മേടിച്ചുകൊണ്ട് ഞാനൊരു കാറ് മേടിക്കാന്ന് പറഞ്ഞ് എന്ത് ചെയ്യരുത്. ഇന്റൻഷ്യലി കോൺഷ്യസ് ആയിട്ട് ചില ഫിനാൻഷ്യൽ ഡിസിഷൻസ് എടുക്കണം. അത്തരം ഹാബിറ്റുകൾ ഒരു കൾച്ചറാക്കി മാറ്റാൻ നമുക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഒരു സംശയവുമില്ല, നമുക്ക് സക്സസ് കൊണ്ടുവരാനായിട്ട് പറ്റും. ദിസ് ഈസ് ദ ലെസൺ. 2008 റിസഷൻ അത് വളരെ സ്ട്രോങ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്തു.
അതിനുശേഷം കോവിഡ് വന്നു. യെസ്, നിങ്ങൾക്കെല്ലാം ഫേസ് ചെയ്തിട്ടുണ്ടാവും അല്ലെ? കോവിഡ് വാസ് എൻ ഓപ്പർച്യൂണിറ്റി ഫോർ ആംഫെയർ. കോവിഡ് വന്നു, വീട്ടിലിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബന്ധപ്പെട്ടിട്ടൊന്നും വലിയ പ്രയാസം ഉണ്ടായില്ല. കാരണം നമുക്ക് റിസർവ് ഫണ്ട് ഉണ്ടായിരുന്നു 6 മാസം എന്ത് ചെയ്യാൻ. 6 മാസമുള്ള എനിക്ക് മാത്രമല്ല എന്റെ കൂടെയുള്ള കൊളീഗ്സിനും. കാരണം 1-ാം തീയതി തന്നെ എവറി മന്ത് സാലറി കിട്ടുണ്ടായിരുന്നു. നോ വർക്ക്, നോ ഓഫീസ്, നോ മീറ്റിംഗ്. 1-ാം തീയതി എന്തുണ്ടാവും? കാരണം അവർക്കും പ്രശ്നമില്ല, എനിക്കും. കാരണം റിസർവ് ഫണ്ട് ഉണ്ട്, 6 മാസത്തേക്കുള്ള റിസർവ് ഫണ്ട്. അത് മാത്രമല്ല, ഞങ്ങൾ അന്ന് ചെയ്തത്, ഞങ്ങൾ എല്ലാവരും കൂടി കൂടിയിരുന്ന് ആലോചിക്കും, മീറ്റിംഗ് വെക്കും. ഞങ്ങൾ ഓൺലൈനാണ്, ഗൂഗിൾ മീറ്റൊക്കെ ചറപറ, സൂമൊക്കെ ചറപറ ചെയ്തുകൊണ്ടിരിക്കും. വേറെ വർക്കൊന്നും ചെയ്യാനില്ലല്ലോ. കാരണം ലോണെല്ലാം നിർത്തി ബാങ്കുകൾ സൈഡിൽ കൂടി പണി ചെയ്തു. ലെൻഡിങ് എന്ത് ചെയ്തു? സ്റ്റോപ്പ് ചെയ്തു. കാരണം ഡിജിറ്റൽ സ്റ്റാക്ക് ഇൻ ദ സെൻസ് നമ്മുടെ ടെക്നോളജി കപ്പാസിറ്റി ഒന്ന് കൂട്ടി. നമ്മുടെ സ്റ്റാഫിനെല്ലാം ഇന്ത്യയിലെ ലോകത്ത് എവിടെ ഇരുന്ന് വർക്ക് ചെയ്യാൻ പാകത്തിലേക്ക് ക്ലൗഡ് ഹോസ്റ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ CRM എന്ത് ചെയ്തു? സെറ്റ് ചെയ്തു. കാരണം എപ്പോഴാണോ ഇൻഡസ്ട്രി ഓപ്പൺ ആകുന്നത് അന്ന് ഞങ്ങൾക്ക് വേറെ ആരെക്കാളും മുന്നിൽ എന്ത് ചെയ്യണം? പിടിക്കണം. എല്ലാ സ്റ്റാഫിനും വർക്ക് ഫ്രം ഹോം. ഓഫീസുകളെല്ലാം അടച്ചിട്ടു. ഒരു ഡിസിഷൻ കൂടി എടുത്തു. ഞങ്ങളുടെ ഒരു മെയിൻ ഓഫീസ് വൈൻഡപ്പ് ചെയ്തു. 50,000 റെന്റുള്ള ഓഫീസായിരുന്നു. വൈൻഡപ്പ് ചെയ്തു. എല്ലാവർക്കും വർക്ക് ഫ്രം ഹോമിൽ റിക്രൂട്ട് ചെയ്തു. സോഫ്റ്റ്വെയർ സെറ്റായി. എല്ലാവരും വെറുതെ ഇരുന്നപ്പം സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ എന്ത് ചെയ്തത്. അപ്പം പതുക്കെ നമ്മളുടെ ഓഫീസുകളെല്ലാം തുറന്നു തുടങ്ങി. ബാങ്കുകൾ ലോണൊക്കെ കൊടുക്കാൻ തുടങ്ങി. ഒരു ഓഫീസിന് സ്റ്റാഫൊന്നുമില്ല. എല്ലാവരും സ്റ്റാഫിന് സാലറി ഒന്നും കൊടുക്കാതെ പറഞ്ഞു വിട്ടിട്ടായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞ കാലഘട്ടമെന്ന്. പക്ഷെ നമ്മുടെ അടുത്ത് ടീമും അതേപോലെ ഉണ്ട്, പുതിയ ടെക്നോളജിയും കൊണ്ടുവന്നു. അത് ഞങ്ങൾക്ക് കേരളത്തില് കുറച്ചു കാലം നമ്പർ 1 പൊസിഷനില്. കാരണം ഞങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സ് ഒക്കെ ഇതെല്ലാം സെറ്റ് ചെയ്ത് വരാനായിട്ട് ഒരു വർഷം എടുത്തു. ആ ഒരു സമയത്ത് വേറെ ആരുമില്ലാതെ ഒരു ബ്ലൂ ഓഷ്യൻ സ്ട്രാറ്റജി മുഴുവൻ സ്ട്രെങ്ത്തിലും കാര്യങ്ങൾ കൊണ്ടുപോകാനായിട്ട് എന്ത് ചെയ്തു. ബാക്കി എല്ലാവരും പതുക്കെ പിടിച്ചൊക്കെ വന്നു. പക്ഷെ ആ ഒരു വർഷം ഞങ്ങൾക്ക് കിട്ടിയത് ഒരു എക്സ്ട്രാ ഓർഡിനറി ഗ്രോത്ത് ആയിരുന്നു. അപ്പം 2008 പാഠങ്ങളാണ്. 2008 ഞാനൊക്കെ ചിന്തിച്ചത്, ഇനി ഈ റിസഷനൊക്കെ കഴിഞ്ഞിട്ട് മാർക്കറ്റൊന്നും തിരിച്ചു വരില്ല, എല്ലാം അസ്തമിക്കുമെന്നാണ്. ഇതൊക്കെ എന്ന് തുടങ്ങിയതാണ്. ഏത് വലിയ പ്രശ്നം ഉണ്ടെങ്കിലും സോൾവ് ആകും. ആ ഒരു കാര്യമാണ് നമുക്ക് അവിടെ നിന്ന് വേറൊരു കാര്യം കൂടി പഠിക്കാനായിട്ട് പറ്റിയത്. അപ്പം ഈ കോവിഡ് വന്നപ്പോൾ നമുക്കൊരു കാര്യം വളരെ ക്ലിയർ ആയിരുന്നു. എത്ര കാലം ഇത് ഉണ്ടാവും എന്നുള്ളത് മാത്രമേ തർക്കമുള്ളൂ. എപ്പം ഇത് ഓവർടേക്ക് ചെയ്യുന്നുള്ളത് മാത്രമേ തർക്കമുള്ളൂ. എന്ന് മെഡിസിൻ കണ്ടുപിടിക്കുന്നു, ആ മെഡിസിൻ എല്ലാവരിലേക്കും എപ്പോൾ എത്തുന്നു, അതോടുകൂടി ഈ പ്രശ്നം എന്ത് ചെയ്തു തീരുമെന്ന് കൃത്യമായിട്ട് ധാരണ ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു അത്രയും ധൈര്യത്തിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും നമ്മുടെ ടീമിനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും അങ്ങനെ ഒരു സ്ട്രാറ്റജി എടുക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്തു പറ്റിയത്. യെസ്, നമുക്ക് ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ ഒരു ഡിസ്കസ് ചെയ്യാനുണ്ടാവും. നമ്മൾ ഈ ഒരു പറഞ്ഞ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസ്കസ്, നമുക്ക് നിങ്ങളുടെ എന്തെങ്കിലും ഒരു ക്യൂരിയോസിറ്റിയിലേക്ക് ആൻസർ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പോവാം. ഇപ്പൊ സമയം എന്തായിട്ടുണ്ടാവും? 3:30 ആയിട്ടുണ്ട് അല്ലേ? യെസ്. ആർക്കെങ്കിലും എന്തെങ്കിലും നമുക്കൊരു കപ്പിൾ ഓഫ് കാര്യങ്ങൾ എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാനായിട്ട്, എനിബഡി നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തതായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും